ഹിന്ദി ടീച്ചർ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് DLED എന്ന കോഴ്സിനെ കുറിച്ചാണ്. ഒരുപാട് നാളത്തെ ശേഷം DLED കോഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ DLED എന്ന് പറയുന്നത് ഡിപ്ലോമ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന ട്രെയിനിങ് കോഴ്സാണ്. 2 വർഷത്തെ ട്രെയിനിങ് കോഴ്സാണ്. നിലവിലിപ്പോൾ വിദ്യാഭ്യാസം നിയമത്തിൻ്റെ ഉത്തരവ് പ്രകാരം നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിലിപ്പോൾ എയ്ഡഡ് സ്കൂളിലൊക്കെയാണ് DLED നിർബന്ധമായി ചോദിക്കുന്നത്. നിലവിൽ PSC നോട്ടിഫിക്കേഷനിൽ ഇതുവരെ DLED കോഴ്സ് നിർബന്ധമായി വന്നിട്ടില്ല. ഇനി മുന്നോട്ട് അടുത്ത് വരുന്ന PSC നോട്ടിഫിക്കേഷനിൽ DLED ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ DLEDൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. DLED ഹിന്ദിക്ക് മാത്രമല്ല, അറബിക്ക്, ഉറുദു, സംസ്കൃതി എന്ന 4 ഭാഷകൾക്കും DLED വന്നിട്ടുണ്ട്. അതായത് ഹിന്ദി ഭൂഷൺ പോലെ തന്നെ അറബിക്കിൽ അഫ്ലിൽ BA അഫ്ലിലും ഉണ്ടെങ്കിൽ നിലവിൽ UP ടീച്ചർ ആകാമായിരുന്നു. പക്ഷേ അതിനുകൊണ്ട് മുന്നോക്ക് അറബിക്കിനും DLED നിർബന്ധമാക്കിയിട്ടുണ്ട്. ഹിന്ദിയിലാണെങ്കിൽ ഹിന്ദി ഭൂഷൺ അതുപോലെ തന്നെ BA ഹിന്ദിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് KTET 4 എഴുതി PSC നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാമായിരുന്നു. പക്ഷെ മുന്നോട്ടുള്ള ഇനി നോട്ടിഫിക്കേഷനിൽ വ്യത്യാസം വരാം. അത് കണ്ടറിഞ്ഞ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. PSC നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ചിട്ട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ 2 കൂട്ടർക്കും അപ്ലൈ ചെയ്യുന്ന പോലത്തുള്ളൊരു നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ വരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ PSC ആസ് പെർ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ടാകും. പക്ഷേ ഇതുവരെ നിലവിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും മുമ്പത്തെ സെയിം നോട്ടിഫിക്കേഷൻ തന്നെയാണ്. BA ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദി ഭൂഷൺ കോഴ്സും KTET 4 ആണ് നിലവിൽ ക്വാളിഫിക്കേഷനായി PSC വിളിച്ചിട്ടുള്ളത്. അപ്പോൾ DLEDൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. DLED എന്ന 2 വർഷത്തെ റെഗുലർ കോഴ്സാണ്, ട്രെയിനിങ് കോഴ്സാണ്. മുമ്പൊക്കെ മലയാളം TTC ഉള്ളതുപോലെ തന്നെ ഹിന്ദിക്കും ഉറുദുക്കും സംസ്കൃതിക്കുമാണ് ഇപ്പോൾ DLED വിളിച്ചിട്ടുള്ളത്. DLED ക്വാളിഫിക്കേഷൻ നോക്കാം. DLED അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഹിന്ദിക്ക് വരുന്നത് ഹിന്ദി 2 ഭാഷയായി ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയം, അതായത് ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിട്ടുള്ള ഹയർ സെക്കൻഡറി വിജയമാണ് പറയുന്നത്. അതല്ലെങ്കിൽ അഡീഷണൽ ഭാഷ ഹിന്ദി SSLCയും പരീക്ഷ വിജയിക്കണം. അഡീഷണൽ ഭാഷയായിട്ട് ഹിന്ദി എടുത്ത് SSLC പാസ്സായിരിക്കണം. അല്ലെങ്കിൽ കേരള ഹിന്ദി പ്രചാര സഭയുടെ ഹിന്ദി ഭൂഷൺ പാസ്സായവർക്ക് ഈ DLEDന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യാചാര്യ, അതുപോലെ തന്നെ ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭയുടെ വിശാരദും പാസ്സായവർക്കും പ്രവീൺ പാസ്സായവർക്കും അതിന് കൂടെ തന്നെ അവർ +2 ഏതെങ്കിലും ഒരു വിഷയമെടുത്ത് പാസ്സായിരിക്കണം. കൊമേഴ്സോ സയൻസോ ഹ്യൂമാനിറ്റീസോ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ആയാലും കുഴപ്പമില്ല. പക്ഷേ ഈ വരുന്ന അഡീഷണൽ കോഴ്സുകൾ പാസ്സായിരിക്കും. കേരള ഹിന്ദി പ്രചാര ഭൂഷണോ ദക്ഷിണ ഭാരതീയ പ്രചാര സഭയുടെ വിശാരദോ പൂർവാദോ സാഹിത്യാചാര്യോ പ്രവീണ പാസ്സായവർക്ക് DLEDന് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കുറച്ചും കൂടി അഡീഷണൽ വെയിറ്റേജ് കൂടി അവർക്ക് അഡ്മിഷൻ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. പക്ഷേ നിലവിൽ കേരളത്തിൽ ഗവൺമെൻറ് സെൻറ്ററുകളിൽ 2 സെൻറ്റർ മാത്രമേ നിലവിൽ ഹിന്ദി റെഗുലറായിട്ട് ഹിന്ദി ട്രെയിനിങ് കൊടുക്കുന്ന 2 സ്ഥാപനം മാത്രമേ കേരളത്തിൽ നിലവിലിപ്പോൾ ഗവൺമെൻറ് മേഖലയിലുള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ മറ്റു ഭാഗങ്ങളിലുള്ളവർക്കൊക്കെ വളരെ പ്രയാസമാണ് ഈ ട്രെയിനിങ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെയാണ് PSC ഇതുവരെ അത് നിർബന്ധമാക്കാത്തത്. നിർബന്ധമായി കഴിഞ്ഞാൽ ചിലപ്പോൾ പല ജില്ലയിലായിട്ട് സെൻറ്റർ വരാൻ സാധ്യതയുണ്ട്. അത് എത്രത്തോളം ഹിന്ദിയുടെ ഭാഗത്തിൽ പ്രാബല്യത്തിൽ വരും നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ അറിയണം. നിലവിൽ ഹിന്ദിക്ക് റീജിയണൽ സെൻറ്റർ ഉള്ളത് തിരുവനന്തപുരത്താണ്. റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജ് ട്രെയിനിങ് ഹിന്ദി തിരുവനന്തപുരത്താണുള്ളത്. അവിടെ 100 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹിന്ദി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് രാമപുരം തൃശ്ശൂരാണ് പിന്നെ 100 സീറ്റുള്ളത്. ഈ 2 മാത്രമാണ് ഗവൺമെൻറ്റിന് കീഴിൽ ട്രെയിനിങ് സെൻറ്റർ ഉള്ളൂ. പിന്നെ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. അത് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് പ്രൈവറ്റ് വരുന്നത്. അവിടെ ഫീസുകൾ കൂടുതലായിരിക്കും. ഗവൺമെൻറ്റിലാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഫീസുകളാണ് അവർ ഈടാക്കുന്നത്. 2 വർഷത്തെ റെഗുലർ കോഴ്സായിരിക്കും, ട്രെയിനിങ് ആയിരിക്കും. രാവിലെ 10 to 4 വരെ ആയിരിക്കും ക്ലാസ്സുകളുണ്ടാകുക.
ഇതിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി 10/7/2000, അതായത് ജൂലൈ 10-ാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത്. ഇതിൽ മാർക്ക് അടിസ്ഥാനത്തിലാണ് അവർ ഈ 100 സീറ്റുകളിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് കൊടുക്കുക. മാർക്കുകൾ നല്ല മാർക്കുള്ളവർക്കും ഈ ഭൂഷണ സാഹിത്യാചാര്യ പാസ്സായവർക്കും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ കിട്ടും. ഈ ഭാഗത്തുള്ളവർ അതിനെ നോക്കുക. നമുക്ക് അടുത്തായി സെൽഫ് ഫിനാൻസ് കോളേജിൽ എവിടേക്കാണുള്ളതെന്ന് നോക്കാം. ഹിന്ദിക്കുള്ളത് സെൽഫ് ഫിനാൻസ് കോളേജിലൊരു നോട്ടിഫിക്കേഷനാണ് ഇത് കാണുന്നത്. പൊതുവിദ്യാഭ്യാസ ഡിപ്ലോമ എലിമെൻ്ററി എഡ്യൂക്കേഷൻ DLED ഹിന്ദി കോഴ്സ് 2010 വർഷത്തെ സ്വാശ്രയ സ്ഥാപനമാണ് സെൽഫ് ഫിനാൻസ് കോളേജ്. സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിന് യോഗ്യത നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷ ക്ഷണിച്ചു കൊള്ളുന്നു. അപ്പോൾ ഇതാണ് 2024-26 DLED സെൽഫ് ഫിനാൻസ് കോളേജ് വരുന്നത്. യോഗ്യതയ്ക്ക് സെയിം തന്നെയാണ്. ഭൂഷൺ വരച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്ഥാപനം ഏത് നോക്കാം. സ്വാശ്രയ കോളേജിലൂടെ മലബാർ ഹിന്ദി പ്രചാര കേന്ദ്ര കൊണ്ടോട്ടി മലപ്പുറം, അതായത് മലബാർ ഹിന്ദി പ്രചാര കേന്ദ്ര കൊണ്ടോട്ടി മലപ്പുറത്താണ് പ്രൈവറ്റ് സ്ഥാപനം റെഗുലാരിറ്റി നടക്കുന്ന DLED ട്രെയിനിങ് സ്ഥാപനം. അത് കേരള ഗവൺമെൻറ് അംഗീകാരത്തോടെ സെൽഫ് കോളേജിലാണ് നടത്തുന്നത്. അവിടെ 60 സീറ്റാണുള്ളത്. 60 സീറ്റിൽ 30 സീറ്റും മെറിറ്റും 30 സീറ്റ് മാനേജ്മെൻറ്റാണ് നൽകുന്നത്. അടുത്തായി ഭാരത് ഹിന്ദി പ്രചാര കേന്ദ്ര അടൂർ, പത്തനംതിട്ടയിൽ പിന്നെ 60 സീറ്റുണ്ട്. പിന്നെ അടുത്ത് തന്നെ മലപ്പുറത്ത് തന്നെ പെർഫെക്റ്റ് ഹിന്ദി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പെരിന്തൽമണ്ണ, ഇവിടെ 60 സീറ്റാണുള്ളത്. ഈ പെർഫെക്റ്റ് ഹിന്ദി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പെരിന്തൽമണ്ണ, ഇവിടെ ഫീസ് വരുന്ന ഏകദേശം 25,000 30,000 വരുന്ന ഫീസ്. 25,000 30,000 മെറിറ്റിന് വരുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റുകൾക്ക് പല ഫീസാണ് അവർ ഈടാക്കുന്നത്. 35 to 40 വരെയാണ് ഫീസ് ഈടാക്കുന്നത്. മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് അന്വേഷിക്കുക. അതിനനുസരിച്ചുള്ള ഫീസുകൾ സ്വാശ്രയ കോളേജിൽ നിന്ന് ഈടാക്കുന്നതാണ്. 2 വർഷത്തെ ട്രെയിനിങ് കോഴ്സാണ്. പെർ ഇയറാണ് ഈ ഫീസ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഈ പ്രൈവറ്റ് സ്ഥാപനം ആശ്രയിച്ച് പഠിക്കാവുന്നതാണ്. DLED കോഴ്സിന് മുന്നോട്ടുള്ള UP ലാംഗ്വേജ് ഹിന്ദി ടീച്ചറിലേക്ക് നിർബന്ധമാകാൻ ആയിക്കഴിഞ്ഞു. പക്ഷേ PSC നോട്ടിഫിക്കേഷനിൽ അടുത്തതിന് വന്നു കഴിഞ്ഞാൽ മാത്രമേ PSCൻ്റെ മാറ്റങ്ങൾ വെച്ച് നമുക്ക് അറിയാൻ പറ്റൂ. നിലവിലിപ്പോൾ എയ്ഡഡ് സ്കൂളിലേക്ക് ഈ ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർ നിയമനം നടത്തുന്നുള്ളൂ. അപ്പോൾ ഇത് ഉത്തരവ് വന്നതുകൊണ്ട് 2019 നവംബർ ഉത്തരമാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. DLED എന്ന് പറയുന്ന 2 വർഷത്തെ റെഗുലർ കോഴ്സാണ്. ഇതിവിടെയും ഡിസ്റ്റൻസ് ആയിട്ട് കൊടുക്കുന്നില്ല. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. റെഗുലറായിട്ട് മാത്രമേ ഈ ട്രെയിനിങ് വരുന്നതുകൊണ്ടാണ് ഈ റെഗുലർ കോഴ്സ് നിർബന്ധമാക്കിയത്. ആദ്യം നമുക്ക് ഹൈസ്കൂളിലേക്ക് BEd ഉള്ളതുപോലെ തന്നെ UP ലെവലിലേക്ക് ട്രെയിനിങ് 2019 NCVT പ്രകാരം ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോഴാണ് അതിൻ്റെ ഉത്തരവ് കാര്യങ്ങളൊക്കെ കേരളത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിൽ പഠിച്ചവർക്ക് അതൊന്നും പ്രശ്നങ്ങളുണ്ടാവില്ല. അവർക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ കേരള ഹിന്ദി വിദ്യാഭ്യാസ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മുന്നോട്ടുള്ള നോട്ടിഫിക്കേഷനിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് PSC നോട്ടിഫിക്കേഷൻ കണ്ട് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കേരള ഹിന്ദി പ്രചാരസഭയുടെ കോഴ്സുകൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല. അത് നമുക്ക് വെച്ച് CBSE സ്കൂളിൽ 1 തൊട്ട് 7 വരെ ഹിന്ദി സബ്ജക്റ്റുകൾ വരുന്നതുകൊണ്ട് 1 തൊട്ട് ഹിന്ദി വരുന്നതുകൊണ്ട് പ്രൈവറ്റ് സ്കൂളിലൊക്കെ നമുക്ക് CBSE പോലത്തെ സ്കൂളുകളൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ ധാരാളം ഈ ഭൂഷൺ സാഹിത്യാചാര കോഴ്സുകൾ മതിയാവുന്നതാണ്. DLED ട്രെയിനിങ് കോഴ്സുകൾ ചോദിക്കുന്നത് PSC നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് മേഖലയിൽ അപ്ലൈ ചെയ്യുന്നത് മാത്രമാണ്. പ്രൈവറ്റ് മേഖലയിലൊക്കെ നമുക്ക് CBSE സ്കൂളിലൊക്കെ ഹിന്ദി ഭൂഷൺ വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ KTET 4 എഴുതാനുള്ള യോഗ്യതയും ഈ ഭൂഷൺ തന്നെയാണ് നിലവിലിപ്പുള്ളത്. അപ്പോൾ അതുകൊണ്ട് കേരള ഹിന്ദി പ്രചാരസഭയുടെ കോഴ്സുകളൊക്കെ ചെയ്യുന്നത് യാതൊരു ദോഷവുമില്ല. നിങ്ങൾക്ക് ഹിന്ദിയുടെ ജ്ഞാനം മറ്റ് കിട്ടുന്ന വളരെ ധാനം. അതുപോലെ തന്നെ DLED ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെയിറ്റേജ് മാർക്കായിട്ട് +2ൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ വെയിറ്റേജ് മാർക്കായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ കിട്ടാനും ഒരു കാരണമാകുന്നു. അപ്പോൾ DLED കോഴ്സ് ഒരു ട്രെയിനിങ് കോഴ്സ് മാത്രമാണ്. അത് മനസ്സിലാക്കും എല്ലാവരും. ട്രെയിനിങ് പൊതുവിദ്യാഭ്യാസം ടീച്ചറുടെ യോഗ്യത നിർണ്ണയിക്കുന്ന ഒരു ട്രെയിനിങ് കോഴ്സാണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ പല ജില്ലകളിൽ അത് വരാൻ സാധ്യതയുണ്ട് നിർബന്ധമായി കഴിഞ്ഞാൽ PSCൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. PSC നോട്ടിഫിക്കേഷൻ്റെ എപ്പോഴായിട്ട് ഇത് വരുന്ന അനുസരിച്ച് മാത്രമേ PSCയിൽ
മാറ്റങ്ങളുണ്ടാവും. അതുവരെ ഈ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് PSCയിൽ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എയ്ഡഡ് സ്കൂളിൽ മാത്രമാണ് ഉത്തരവിൽ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വീഡിയോകൾ നമ്മൾ ഈ വീഡിയോ ചാനലിൽ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ BA ഹിന്ദി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഹിന്ദി കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതിന് ക്ലാസ്സുകളും വിത്ത് രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ അതിന് ജോയിൻ ചെയ്യാം. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നതാണ്. താങ്ക് യു.